ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററാണ് നോക്കുന്നത്. ചാപ്റ്റർ 7 ദ വേൾഡ് ഓഫ് ചേഞ്ചസ്, അതായത് മാറ്റങ്ങളുടെ ലോകം. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ചെറിയൊരു ടോപ്പിക്ക് നോക്കാതെ അതെന്തായാലും പഠിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിൽ കയറാനായിട്ട്. അപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് നിങ്ങൾക്ക് അറിയാം? നിങ്ങൾ തന്നെ പറഞ്ഞേ, എന്തൊക്കെ ചേഞ്ചസ് അറിയാം? ജസ്റ്റ് ഒന്ന് ചുമ്മാ ആലോചിച്ചാൽ മതി. എന്തൊക്കെ ചേഞ്ചസ് ഉണ്ട്? കിട്ടുന്നുണ്ടോ? ഇവിടെ നോക്കിക്കേ, അതായത് ഇവിടെ ഇത് ശർക്കര പൊടിച്ച് ശർക്കരയുടെ പൊടി, ഇതൊരു ചേഞ്ച് അല്ലേ? ഇവിടെ നോക്കിക്കേ, സീഡ് പ്ലാന്റ് ആവണം, അതൊരു ചേഞ്ച് അല്ലേ? ഇനി ഇത് നോക്കിക്കേ, കാർമേഘങ്ങൾ ക്ലൗഡ്സ് എന്തായി മാറുന്നു? റെയിനായിട്ട്, മഴയായിട്ട് മാറുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ്? ചേഞ്ചസ് ആണ്. അപ്പോൾ അതിനെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത്. ഇനിയിപ്പോൾ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലോ, വേറെ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ട്? ഇവിടെ നോക്കിക്കേ, നമ്മുടെ തണ്ണിമത്തങ്ങ എന്താ പീസസ് ആയിട്ട് മുറിക്കുമ്പോൾ ഇതും ഒരു ചേഞ്ചാണ്. കുപ്പി പൊട്ടണു, അതും എന്താണ്? ചേഞ്ചാണ്. ഉണ്ട് നമ്മളിരിക്കുന്ന കസേര ആയിട്ട് മാറണു, അതൊരു ചേഞ്ചാണ്. പിന്നെ ഇതൊരു ചേഞ്ചാണ്. പിന്നെയോ ഇതൊരു ചേഞ്ചാണ്, അതായത് ക്ലേയിൽ നിന്ന് ഡിഫറെൻറ്റ് ഷേപ്സ് ഉണ്ടാക്കുന്നു, പേപ്പറിൽ നിന്ന് ഡിഫറെൻറ്റ് ഷേപ്സ് ഉണ്ടാക്കുന്നു. ഇതൊക്കെ എന്താണ്? ഓരോരോ ചേഞ്ചസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇത് മനസ്സിലാക്കി വയ്ക്കുക. ചേഞ്ച് ഇൻ ഷേപ്പ്, അതായത് ഷേപ്പിൽ ചേഞ്ച് വരുന്നു, എന്നാൽ ആ മെറ്റീരിയൽ എന്താണ്? അതുപോലെ തന്നെ നിൽക്കുന്നു. അതിനൊരു എക്സാമ്പിൾ എഴുതാനായിട്ടാണ് നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇത് വുഡാണ്. അതെന്താണ്? അതിൻ്റെ ഷേപ്പാ മാറിയിട്ടുള്ളൂ, മെറ്റീരിയലായ ആ തടി മാറിയിട്ടുണ്ടോ? ഇല്ല. അപ്പം നിങ്ങൾക്ക് ഇതൊരു എക്സാമ്പിളായിട്ട് പറയാം, അല്ലെങ്കിൽ ഇതൊരു എക്സാമ്പിളായിട്ട് പറയാം, ഇതൊരു എക്സാമ്പിളായിട്ട് പറയാം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, വാട്ടർ മെലൺ ടു പീസസ്, wood to chair, clay to different shapes, bottle to broken pieces. എല്ലാം നമുക്ക് എന്തായിട്ട് പറയാം? ചേഞ്ച് ഇൻ ഷേപ്പ്. അപ്പോൾ 2 എക്സാമ്പിൾസ് പഠിച്ചു വയ്ക്കാം. ഓക്കെ ആണോ? ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് ചേഞ്ച് ഇൻ ഷേപ്പിന് 2 എക്സാമ്പിൾസ് പഠിക്കാം. ഓക്കെ, ഇനി ചേഞ്ച് ഇൻ സ്റ്റേറ്റ് എന്താണ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, അതിലുള്ള ചേഞ്ച്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. വാട്ടറിൻ്റെ എക്സാമ്പിൾ. ഐസ് എന്താകുന്നു? വാട്ടർ ആകുന്നു. എങ്ങനെയാണ്? മെൽറ്റ് ചെയ്ത്. ഓക്കെ, വാട്ടർ എന്തായിട്ട് മാറുന്നു? വേപ്പറായിട്ട് മാറുന്നു ഹീറ്റ് ചെയ്യുമ്പോൾ. വേപ്പർ എന്തായിട്ട് മാറുന്നു? കൂളാകുമ്പോൾ വാട്ടറായിട്ട് മാറുന്നു. അവിടെ എന്താണ്? സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? അവിടെ ആ മെറ്റീരിയലിന് ഒരു മാറ്റം ഉണ്ടോ? മെറ്റീരിയൽ എന്താ? അല്ലെങ്കിൽ അവിടെ വെള്ളമാണ്. ഓക്കെ, അതിൻ്റെ പല പല സ്റ്റേറ്റ് അല്ലേ, അതല്ലേ അവിടെ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചേഞ്ച് ഇൻ സ്റ്റേറ്റിന് എക്സാമ്പിൾ ചെയ്ത് പഠിച്ചു വയ്ക്കുക, വാട്ടർ. ഓക്കെ, അതായത് ഐസ് വാട്ടറാകും, വാട്ടർ വേപ്പറാകും, വേപ്പർ വാട്ടറാകും. ഐസ് വാട്ടറാകുന്ന മെൽറ്റ് ചെയ്യുമ്പോൾ, വാട്ടർ വേപ്പറാകുന്ന ഹീറ്റ് ചെയ്യുമ്പോൾ, വേപ്പർ വാട്ടറാകുന്ന കൂൾ ചെയ്യുമ്പോൾ. ഓക്കെ ആണോ? ഇനി ഒരു ചേഞ്ച് കൂടി പഠിക്കാം കേട്ടോ. നാച്ചുറൽ ചേഞ്ചസ്, അതായത് എന്താണ്? പ്രകൃതിയാൽ എന്താണ്? ഓരോ ചേഞ്ചസ് ഇല്ലേ? അതായത് ഇപ്പോൾ ക്ലൗഡ് റെയിൻ ആകുന്നു, നമ്മൾ എന്തെങ്കിലും ഇടപെട്ടിട്ടാണോ ക്ലൗഡ് റെയിൻ ആകുന്നത്? അത് പ്രകൃതിയാൽ ഉള്ള ചേഞ്ചസ് അല്ലേ? അപ്പോൾ ക്ലൗഡ് റെയിൻ ആകുന്നു. എഗ്ഗ് മുട്ട കോഴിക്കുഞ്ഞാകുന്നു. മാംഗോ റൈപ്പാവുന്നു, മാംഗോ പഴുക്കുന്നു, നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടാണോ? അല്ല. സീഡ് പ്ലാന്റ് ആകുന്നു, നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടാണോ? അതെന്താണ്? പ്രകൃതി ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. അപ്പോൾ നേച്ചർ ചേഞ്ചസ് തിങ്സ് ബൈ ഇറ്റ് സെൽഫ്, വി കനോട്ട് കൺട്രോൾ ദിസ്. അപ്പോൾ നിങ്ങൾ അതൊന്നും നോക്കണ്ട. നാച്ചുറൽ ചേഞ്ചസിന് 2 എക്സാമ്പിൾ പഠിച്ചു വയ്ക്കുക, ചേഞ്ച് ഇൻ സ്റ്റേറ്റിന് എക്സാമ്പിൾ പഠിച്ചു വയ്ക്കുക, ചേഞ്ച് ഇൻ ഷേപ്പിന് എക്സാമ്പിൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇതുപോലെ നമുക്ക് എന്താ പരീക്ഷയ്ക്ക് വരും, എന്നിട്ട് ഇത് ആൻസർ ചെയ്യാനായിട്ട് വരും. അപ്പോൾ ഇവിടെ എന്താ വരിക? സോളിഡ് ആയിട്ടുള്ള എന്താണ്? കൂൾ ചെയ്യുമ്പോൾ വാട്ടർ ആകുന്ന എന്താണ്? ഐസാണ്. ഐസ്. വാട്ടർ ലിക്വിഡാണ്.
ഗ്യാസ് ഏതാണ്? വേപ്പർ. ഓക്കെ, അപ്പോൾ വാട്ടർ ലിക്വിഡാണ്, ഹീറ്റ് ചെയ്യുമ്പോൾ വേപ്പറാകും, അതായത് ഗ്യാസ് ആകും. വാട്ടർ ലിക്വിഡാണ്, കൂൾ ചെയ്യുമ്പോൾ എന്താകും? സോളിഡ് ആകും. ഓക്കെ, അതാണ് ഐസ്. ഇത്രയൊക്കെയാണോ? ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇത്രയും പഠിച്ചിട്ട് വേണം നാളത്തെ ക്ലാസ്സിൽ കയറാനായിട്ട്. ഓക്കെ ആണോ? അപ്പോൾ നിങ്ങൾ ക്ലാസ് മനസ്സിലാവേണ്ടി നിങ്ങളെല്ലാവരും കാണുന്ന എല്ലാവരും കമൻറ്റ് ചെയ്യാവോ? ഓക്കെ, അപ്പോൾ താങ്ക് യു.